ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഗൂഗിളിൻ്റെ പിക്സൽ 7 സീരീസ് ഒഫീഷ്യലി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. രണ്ട് സ്മാർട്ട് ഫോണുകളാണ് വരുന്നത്. ഡെഫിനറ്റ്ലി ഗൂഗിൾ പിക്സൽ 7 ആൻഡ് 7 പ്രോ. ഇന്നത്തെ വീഡിയോയിൽ ബേസ് ഡിവൈസ് ആയിട്ടുള്ള പിക്സൽ 7 എന്ന ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ആദ്യം ഡിസ്പ്ലേയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 6.3 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. ആംബുലഡ് പാനലാണ് ഈ ഒരു ഡിവൈസിൽ. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് സ്റ്റിൽ പിക്സൽ 7 എന്ന ഡിവൈസിന് കൊടുത്തിട്ടുള്ളത്. കൂടാതെ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1400 നിറ്റ്സിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ്സും ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 1080x2400 പിക്സൽസ് ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ ആൻഡ് 416 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയും ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ പഞ്ച് ഹോൾ കട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡിവൈസിൽ ഏകദേശം 84.9% സ്ക്രീൻ ടു ബോഡി റേഷ്യോ അവൈലബിൾ ആണ്. ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് നോക്കുന്ന സമയത്ത് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ് ഈ ഒരു ഡിവൈസിൻ്റെ ഫ്രണ്ട് സൈഡിലും അതുപോലെ തന്നെ റിയർ സൈഡിലും നൽകിയിട്ടുള്ളത്. ആൻഡ് അലുമിനിയം ഫ്രെയിമും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 197 ഗ്രാംസ് ആണ് സ്മാർട്ട് ഫോണിൻ്റെ ബോഡി വെയ്റ്റ്. കൂടാതെ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. ഇനി ഇൻറ്റേർണൽ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഗൂഗിളിൻ്റെ ടെൻസർ G2 എന്ന ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു 4 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. മാലി G7 10MC10 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്ന GPU. ആൻഡ്രോയിഡ് 13 ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇനി ക്യാമറ ഡിപ്പാർട്ട്മെന്റ് നോക്കുന്ന സമയത്ത് പിക്സൽ 7 എന്ന ഡിവൈസിൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് റിയർ സൈഡിൽ. പ്രൈമറി 50 മെഗാ പിക്സൽ ആണ് f1.9 അപ്പർച്ചർ. സെക്കൻഡറി ആയിട്ട് 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസുമാണ് കൊടുത്തിട്ടുള്ളത്. 114 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ആണ് അതിൽ നമുക്ക് ലഭിക്കുന്നത്. 4K 30 ആൻഡ് 60 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അവൈലബിൾ ആണ്. ഇപ്രാവശ്യം പുതിയതായിട്ട് സിനിമാറ്റിക് ബ്ലർ ഫീച്ചറൊക്കെ വരുന്നുണ്ട് എന്നാണ് കമ്പനി പറയുന്നത്. ആൻഡ് ഫ്രണ്ട് സെൽഫി ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് 10.8 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ സെൽഫി ക്യാമറയാണ്. f2.2 ആണ് അപ്പർച്ചർ. 4K 30 60 FPS ഫ്രണ്ട് സെൽഫി ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് അവൈലബിൾ അല്ല. ബാറ്ററിയെക്കുറിച്ച് നോക്കുന്ന സമയത്ത് 4355 mAh ബാറ്ററിയാണ്. ഒപ്പം 30 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 30 മിനിറ്റ് കൊണ്ട് 50% ചാർജ് ചെയ്യാൻ സാധിക്കും. 20 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് വയർലെസ് ചാർജിങ്ങും കൂടാതെ ഒരു ചെറിയ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും പിക്സൽ 7 എന്ന ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഇയർ ഗൂഗിളിൻ്റെ പിക്സൽ 6 എന്ന ഡിവൈസായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തായാലും പുതിയ ചിപ്സെറ്റാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് സെൽഫി ക്യാമറയിൽ അത്യാവശ്യം നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്രാവശ്യം. ബാറ്ററി ആൻഡ് ചാർജിങ് സെക്ഷനിൽ ഇപ്രാവശ്യം ഡെഫിനറ്റ്ലി ദർ ഇസ് നോ ചേഞ്ച്. കഴിഞ്ഞ പ്രാവശ്യം 4614 mAh ബാറ്ററി ആയിരുന്നു. ഇപ്രാവശ്യം എന്തായാലും 4355 mAh ആയിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗൂഗിളിൻ്റെ പിക്സൽ 7 എന്ന ഡിവൈസിൻ്റെ ഫീച്ചേഴ്സ്. ഇനി പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഗൂഗിൾ പിക്സൽ 7 എന്ന ഡിവൈസിൻ്റെ ബേസ് വേരിയൻ്റ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 59,999 രൂപയാണ്. 60,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഗൂഗിളിൻ്റെ പിക്സൽ 7 എന്ന ഡിവൈസ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ഡിവൈസ് സ്നോ, ഒബ്സീഡിയൻ, ലെമൺ ഗ്രാസ് എന്നിങ്ങനെ 3 കളർ വേരിയൻസിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. സ്മാർട്ട് ഫോണിൻ്റെ സെയിൽ ഒഫീഷ്യലി ഫ്ലിപ്കാർട്ടിൽ ഒക്ടോബർ 13 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ ഏകദേശം 6,000 രൂപ വരെ ഇപ്രാവശ്യം പിക്സൽ 7 എന്ന ഡിവൈസിന് ലിമിറ്റഡ് ടൈം ഓഫറായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്യാഷ് ബാക്കിൽ നമുക്ക് ഏകദേശം 54,000 രൂപയ്ക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ മിക്കവാറും ചിലപ്പോൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. എന്തായാലും ഇതാണ് ഗൂഗിളിൻ്റെ പിക്സൽ 7 എന്ന ഡിവൈസിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഡീറ്റെയിൽസ്. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.